അങ്ങനെ നരേന്ദ്രമോദി നയിക്കുന്ന മൂന്നാം മന്ത്രിസഭ യാഥാർത്ഥ്യമായി. ജൂൺ 9 ഞായറാഴ്ച വൈകുന്നേരം 7:15 ശുഭമുഹൂർത്തത്തിൽ നരേന്ദ്ര ദാമോദർദാസ് മോഡി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യവാചകം ചൊല്ലി. അദ്ദേഹത്തിന് പിന്നാലെ രാജ്നാഥ് സിംഗും, അതിന് പുറകെ അമിത്ഷായും, അതിന് പുറമെ JP നഡ്ഡയും, തുടർന്ന് നമ്മുടെ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും, നിർമ്മല സീതാരാമനും, ജയശങ്കറും ഒക്കെ പുറകെ സത്യവാചകം ചൊല്ലി. ക്യാബിനറ്റ് മന്ത്രിമാരെ കഴിഞ്ഞ് പിന്നെ സഹമന്ത്രിമാരായി. നമ്മുടെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളും ജോർജ് കുര്യനുമൊക്കെ സഹമന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൂന്നാം മന്ത്രിസഭ തട്ടുമ്പോൾ കയറുകയാണ്. ഇനി അങ്ങോട്ട് മോഡിയുടെ മൂന്നാം വാഴ്ചയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ചില മതേതര പുരോഗമന ജനാധിപത്യ വിശ്വാസികളെങ്കിലും ഇതോടുകൂടി NDA സഖ്യം പിരിച്ചുവിടുന്നു, BJP പ്രതിപക്ഷത്താവുമെന്നും നരേന്ദ്രമോദി പാർലമെൻറ്റിൽ കടലയും കുറിച്ച് വെറുതെ ഇരിക്കേണ്ടി വരുമെന്നും ഒക്കെ വ്യാമോഹിച്ചു. അവർ വിചാരിച്ചത് ഈ ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറുമൊക്കെ BJPയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേരും. അതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഒരുപക്ഷെ നിതീഷ് കുമാർ തന്നെയോ അതുമല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ നയിക്കുന്ന ഏതാണ്ട് ദേവഗൗഡയുടെ മന്ത്രിസഭ പോലെ അല്ലെങ്കിൽ ഗുജറാളിൻ്റെ മന്ത്രിസഭ പോലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും എന്നുമാണ്. അങ്ങനെ വളരെ രസകരമായൊരു പരിണതിയിലേക്ക് പോയേക്കും എന്ന ഭയം കൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. BJPക്ക് ഭൂരിപക്ഷം കിട്ടുകയില്ല, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടുകയില്ല എന്ന് തോന്നിയപ്പോൾ ഈ വ്യവസായികൾക്കും വ്യാപാരികൾക്കും ഊഹക്കച്ചവടക്കാർക്കും സർക്കാരിലുള്ള വിശ്വാസം പെട്ടെന്ന് കുറയുകയും അങ്ങനെ ഓഹരി വിപണി കൂപ്പുകുത്തുകയുമാണ് ഉണ്ടായത്. BJP മന്ത്രിസഭ ഉണ്ടാക്കുന്നു എന്ന ഘട്ടം എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഓഹരികൾക്ക് വില വർദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട. ഈ ഓഹരി വിപണി എന്ന് വെച്ചാൽ വേറൊരു കളിയാണ്. നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു. ഇനി ഭരണപക്ഷത്തിരിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സാധിക്കില്ല. മാത്രമല്ല, രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പ്രസിഡൻ്റ്. അങ്ങനെ പ്രസിഡൻ്റായി എന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ മുർമുവിനെ രാഷ്ട്രപതി ആക്കിയത്, എന്തുകൊണ്ടാണ് വേറെ ആർക്കും അങ്ങനൊരു അവസരം കിട്ടാഞ്ഞത് എന്നുള്ള കാര്യം. ഏതായാലും പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും അവരുടെ മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാക്കിയ ഒരു മുന്നണിയാണ്. ഇവർ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് നരേന്ദ്രമോദിയെ ക്ഷണിക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. BJPയുടെ പാർലമെൻ്ററി പാർട്ടി ചേർന്ന് അദ്ദേഹത്തെ നേതാവായിട്ട് തിരഞ്ഞെടുത്തു. ദേശീയ ജനാധിപത്യ സഖ്യം യോഗം ചേർന്ന് അദ്ദേഹത്തെ തന്നെ അംഗീകരിച്ചു. അങ്ങനെ നായിഡുവും നിതീഷ് കുമാറും ഒത്ത് നമ്മുടെ നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് അവകാശവാദം ഉന്നയിച്ചു, അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം മന്ത്രിസഭ രൂപീകരിച്ചു. ആ ഘട്ടത്തിലൊക്കെ നമ്മുടെ മതേതര മാധ്യമങ്ങൾ വലിയ പ്രതീക്ഷ വച്ച് പുലർത്തി. നായിഡു വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും, അമിത്ഷായെ മന്ത്രിസഭയിൽ ചേർക്കരുത് എന്ന് നായിഡു ആവശ്യപ്പെട്ടു. ഇനി അഥവാ മന്ത്രിസഭയിൽ എടുക്കുന്നതിന് ആഭ്യന്തര വകുപ്പ് കൊടുക്കരുത് എന്ന് നായിഡു ആവശ്യപ്പെട്ടു. നായിഡു 5 ക്യാബിനറ്റ് സ്ഥാനങ്ങൾ ചോദിച്ചു, അതുകൂടാതെ 5 സഹമന്ത്രി സ്ഥാനങ്ങൾ ചോദിച്ചു എന്നൊക്കെ മലയാള മനോരമ ചാനലും മാതൃഭൂമി ഏഷ്യാനെറ്റും ഒക്കെ മത്സരിച്ച് വാർത്ത കൊടുത്തു. അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളത് മന്ത്രിമാരുടെ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. തെലുങ്ക് ദേശത്തിനും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡിനും കൊടുക്കാവുന്ന പ്രാതിനിധ്യമേ കൊടുത്തിട്ടുള്ളൂ, അതിൽ കൂടുതൽ കൊടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ BJPക്കാർക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. നിർമ്മല സീതാരാമനെ മന്ത്രിസഭയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ ഭർത്താവ് പറക്കാല പ്രഭാകരൻ ഇത് കണ്ട് ഇനി എന്ത് കടുകയാവും ചെയ്യുക എന്ന കാര്യത്തിൽ നമുക്കറിയില്ല. അങ്ങനെ ഏറെക്കുറെ അതേ ടീം തന്നെ വീണ്ടും വരികയാണ്. രാജ്നാഥ് സിംഗ് ഉണ്ട്, അമിത്ഷായുണ്ട്, പിന്നെ മുഖ്യമന്ത്രിമാരായിരുന്ന പല ആളുകളും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ആസാം മുഖ്യമന്ത്രിയായിരുന്ന സർബാനന്ദ് സോനോവാൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടറുണ്ട്. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുണ്ട്. ബീഹാറിൽ കുറച്ച് ദിവസം മുഖ്യമന്ത്രിയായിരുന്ന ജിതൻ റാം മാഞ്ചി വരെ ഉണ്ട്. പിന്നെ ഒറീസയിൽ നിന്ന് ജുവൽ ഒറാമുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് ഏകനാഥ് ഖഡ്സെയുടെ മകൾ ദക്ഷ ഖഡ്സെ ഉണ്ട്. നമ്മുടെ യശശരീരനായ നമ്മുടെ മാധവറാവ് സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഉണ്ട്. കോൺഗ്രസിൽ നിന്ന് കാലുമാറിപ്പോയ
ജിതിൻ പ്രസാദുണ്ട്. അങ്ങനെ മറ്റ് പല ആളുകളുമുണ്ട്. ചൗധരി ചരൺ സിംഗിൻ്റെ പേരമകൻ ജയന്ത് ചൗധരിയുണ്ട്. ഈ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ സാമുദായികമായിട്ടുള്ള വിതരണവും വളരെ പ്രധാനമാണ്. OBC വിഭാഗത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുണ്ട്, പിന്നെ ബ്രാഹ്മണരായിട്ട് നിർമ്മലയുമുണ്ട്, ജയശങ്കറുമുണ്ട്. അയ്യങ്കാർ ലോബിക്ക് നല്ല പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പട്ടിക സമുദായക്കാരനായ മുരുകനുണ്ട്, കേരളത്തിൽ നിന്ന് നായരും നസ്രാണിയുമുണ്ട്. അങ്ങനെ പോകുമ്പോൾ യാദവന്മാരും കുർമികളുമുണ്ട്, ദളിതനും മഹാദളിതനുമുണ്ട്. മഹാദളിത് വിഭാഗക്കാരനാണ് നമ്മുടെ മാഞ്ചി. ദളിത് വിഭാഗത്തിൽ നിന്ന് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാനുണ്ട്. പിന്നെ രാംദാസ് അതാവലെ എന്ന നേതാവുണ്ട്. അദ്ദേഹം അംബേദ്കർ സ്ഥാപിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പിന്തലമുറക്കാരനാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ജോർജ് കുര്യൻ കൂടാതെ ആസാമിൽ നിന്നും ഒരു മെമ്പറുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗക്കാർക്കും പ്രാതിനിധ്യം നൽകി എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളെ പോലും മന്ത്രിയാക്കിയിട്ടില്ല. BJPക്ക് ഒരൊറ്റ മുസ്ലിം MP ഇല്ല. അവരുടെ ജനാധിപത്യ സഖ്യത്തിലും ഒരു മുസ്ലിം MP ഇല്ല. ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാൾ രാജ്യസഭ ഒഴികെ കൊണ്ടുവന്നാലേ മുസ്ലിം മന്ത്രി ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ദേശീയ മന്ത്രിസഭയിൽ, കേന്ദ്ര മന്ത്രിസഭയിൽ ഒരൊറ്റ മുസ്ലിമും ഇല്ലായിരുന്നു. ഈ രാജ്യത്തിൻ്റെ 18% വരുന്ന ഒരു വിഭാഗത്തെ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഈ മന്ത്രിസഭയും ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒന്നാം മന്ത്രിസഭയിൽ നജ്മ ഹെപ്തുള്ള ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ ഗവർണറാക്കി. അപ്പോഴും മുക്താർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നു. രണ്ടാം മന്ത്രിസഭയിൽ നഖ്വി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനമേ ഉണ്ടായിരുന്നു. ഇത്തവണ നഖ്വിയുമില്ല. ഇനി നമ്മുടെ അബ്ദുള്ള കുട്ടിയെയോ അല്ലെങ്കിൽ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അബ്ദുൽ സലാമിനെയോ അതുപോലെ ആരെങ്കിലുമോ മന്ത്രിയാക്കിയാലേ ആ ഒരു പോരായ്മ നികലുകയുള്ളൂ. ഇത് വലിയൊരു പരാധീനത തന്നെയാണ്. ഈ പൂന്തിങ്കളിൽ പങ്കമടച്ച ധാതാവ് അപൂർണതയ്ക്ക് വിരചിച്ചു വിശ്വം എന്ന് പറഞ്ഞ പോലെയാണ് മോഡിയുടെ ഈ മന്ത്രിസഭ എന്ന് മാത്രം പറയുന്നു. അർഹരായ ആളുകളെ എല്ലാവരും ഉൾപ്പെടുത്തണം എന്ന ഒരു ശുപാർശ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സർക്കാർ. അധികം താമസിയാതെ നമ്മുടെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പിന്തുണ പിൻവലിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ചന്ദ്രബാബുവിനെ അറിയില്ല, നിതീഷ് കുമാറിനെ അറിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പണ്ട് CH മുഹമ്മദ് കോയ പറഞ്ഞുകൊണ്ട് ഈ മന്ത്രിസഭ 5 കൊല്ലവും പിന്നെ ഒരു ദിവസം കൂടി ഭരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി പറയാം. ഈ മനോരമ ചാനലിൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചങ്ങാതി, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അദ്ദേഹം ചന്ദ്രബാബു നായിഡു എന്നുള്ളത് നായിഡു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാക്ക് പഠിക്കാത്തവനെ ഒക്കെ റിപ്പോർട്ടറായിട്ട് വയ്ക്കുന്ന മനോരമക്കാരുടെ ആ മലയാള ഭാഷാ പ്രേമത്തിന് മുമ്പിൽ നമോവാക അർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.